AI സാധ്യതകളുടെ പുതിയ ലോകമോ അതോ തൊഴിലില്ലായ്മയുടെ വൻ ദുരന്തം? ശാസ്ത്ര സാങ്കേതിക വളർച്ച നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്നുണ്ട്. എന്നാൽ നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതിന് ശേഷം ഒരുപാട് ആശങ്കകൾ സമൂഹത്തിൽ പ്രചരിക്കുകയാണ്. ഒരുപാട് പേരെ പണി പോകും. മാത്രമല്ല 40-45 വയസ്സും കഴിഞ്ഞ ആളുകളൊക്കെ വലിയ വലിയ കമ്പനികളിൽ നിന്ന് പണി പോയി കിട്ടിയാൽ പിന്നെ ജീവിതം തന്നെ കടപ്പുറത്താക്കും എന്നുള്ള അവസ്ഥയൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. AI തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. അതാണ് ഇന്ന് ഈ ചർച്ചയിൽ അന്വേഷിക്കുന്നത്. സൈബർ സെക്യൂരിറ്റി സൊല്യൂഷൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജി വെങ്കട്ടരാമൻ, എന്റെ അഭിപ്രായം എന്താണ്? അങ്ങയുടെ സ്ഥാപനത്തിൽ ഇതുകൊണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടോ? എന്റെ അഭിപ്രായം എന്താണ്? വന്നെങ്കിൽ ജോലിയൊക്കെ പോവില്ല. ഇൻഫാക്ട് ഒരു ട്രാൻസ്ഫർമേഷൻ ആണ് ഇത്, ഒരു പീരിയഡ് ആണ്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യ തൊട്ട് ഗ്രീൻ റെവല്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രീൻ റെവല്യൂഷൻ ഉണ്ടായിരുന്നപ്പോൾ ഈ ഫാർമേഴ്സ് ഒക്കെ അവർക്ക് പണി പോകുമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ എന്തായി? മിഷനറിയുടെ ഇതൊക്കെ ട്രാക്ടേഴ്സ് ഇതൊക്കെ എംപ്ലോയ്മെന്റ് വന്നു, അതിൻ്റെ ഒരു ജോലി വന്നു. അതേപോലെ വൈറ്റ് റെവല്യൂഷൻ, നമ്മുടെ കുര്യൻ സാറുടെ പാലുണ്ട് സൊസൈറ്റി. അപ്പൊ എല്ലാവരും സൊസൈറ്റിയിൽ വന്ന് പാലിട്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടിലാവും, ആൾക്കാർക്ക് തനിച്ച് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇന്ന് ഹോൾ ഇന്ത്യ നമ്മുടെ വൈറ്റ് റെവല്യൂഷൻ എവിടെ കണ്ടെങ്കിൽ മിൽമാവോ ഇതോ എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി. നെക്സ്റ്റ് കെയിം IT റെവല്യൂഷൻ. അപ്പോൾ IT റെവല്യൂഷനാണ് ഒരു ഏറ്റവും ഒരു ലെസനാണ് നമ്മൾക്ക്. IT റെവല്യൂഷനിൽ ഇപ്പം ഞാൻ 43 കൊല്ലം ഞാൻ IT-ലുണ്ട്, ബാങ്കറാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഐ എം അപ്ഡേറ്റഡ് വിത്ത് AI ഉണ്ട് ML. അപ്പോൾ എനിക്ക് യെസ്. അപ്പോൾ ഈ IT വന്നപ്പോൾ പണ്ട് ഞാൻ ബാങ്കിലുണ്ടായിരുന്നപ്പോൾ ഞാൻ ഫസ്റ്റ് 10 കൊല്ലം ജോലി ചെയ്യുമ്പോൾ IT ഒരു ആഡിങ് മെഷീൻ കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന് പക്ഷം IT വന്നപ്പോൾ ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ ആൾക്കാരൊക്കെ പറഞ്ഞു ഇങ്ങനെ IT വന്നെങ്കിൽ ജോലി പോകും പറഞ്ഞു. പക്ഷേ ജോലി പോയില്ല. പിന്നെ ഹാർഡ്വെയർ എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, പ്രോഗ്രാമേഴ്സ് ഇതൊക്കെ കൂടി, ഡാറ്റാ സെന്റർ വന്നു, ഇതൊക്കെ കൂടി IT ഡെവലപ്പായി. നിങ്ങളൊക്കെ ജോലി പോകുന്നാണല്ലോ പറഞ്ഞത്. അല്ല, എനിക്കതില് ചെറിയൊരു ഇതുള്ളത് എപ്പോഴും മനസ്സിലാക്കുന്ന കാര്യം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെക്കാളും മുകളിലാണ് നമ്മളുടെ മനുഷ്യരുടെ ഇമോഷണൽ ഇന്റലിജൻസ്. അപ്പൊ നമ്മൾ AI കുറിച്ച് ഐ സപ്പോർട്ടിങ് യു. നമ്മൾ AI കുറിച്ച് മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ. ഒരിക്കലും AI നമ്മളുടെ മുകളിൽ പോകില്ല. അതേപോലെ AI കൊണ്ട് എല്ലാം സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നതും തെറ്റാണ്. ഈ 2 കാര്യങ്ങൾ AI കുറിച്ച് തെറ്റാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മൾ ഒരു സഹയാത്രികനായി നമ്മൾ അതിന്റെ കൂടെ ജീവിച്ച് മുന്നോട്ട് പോവുക, നമ്മളുടെ ജോലികൾ എളുപ്പമാക്കുക എന്നുള്ളത് മാത്രമാണ്. ഓരോ ദിവസവും ഇതിന്റെ ഒരു ക്യാരക്ടറും ഒക്കെ മാറി വരുന്നു, ഇതിന്റെ സാധ്യതകളും മാറി വരുന്നു. അങ്ങനെ വരുമ്പോൾ ഹ്യൂമൻ എക്സിസ്റ്റൻസിന് പ്രശ്നം ഉണ്ടായില്ലെങ്കിലും ആളുകൾ എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ആ സംഭവം ഇല്ലാതാവും എന്നുള്ളതാണ്. AI തന്നെ പ്രേമിച്ചു തുടങ്ങിയിട്ടുണ്ട്. രാത്രിയൊക്കെ ചാറ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ട് ബോട്ട്സ്. പിന്നെ കാരണം അത്രയധികം മനുഷ്യരുണ്ട്, അത്രയധികം ഏകാന്തം അനുഭവിക്കുന്നവരുണ്ട്. ഒരു സംസാരം ആരോടെങ്കിലും പറഞ്ഞാൽ മതി, സംസാരിക്കുന്ന പങ്കാളി അവർ തിരിച്ചു പറയുമല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതുകൊണ്ടൊരു ആത്മനിർവൃതി ഉണ്ടാവും, കിട്ടുന്നുണ്ടാവും. ഉറപ്പായിട്ടും അതിനുള്ള സാധ്യതകളുണ്ട്. എന്താ പറയാൻ വന്നേ? അപ്പൊ ഞാൻ പറയാൻ വന്നതാണ്, അപ്പം ഏതെങ്കിലും ഇന്നോവേഷൻ വന്നെങ്കിൽ നമ്മൾക്ക് ജോലി പോവില്ല, ഇമ്പ്രൂവ്മെന്റേ ആവുള്ളൂ. പിന്നെ ഇന്റർനെറ്റ് വന്നപ്പോൾ ബിസിനസ് ഒക്കെ പോകും പറഞ്ഞു. പക്ഷെ അത് വന്ന് ഡിജിറ്റൈസേഷൻ ആയി, ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് ആയി, പിന്നെ UPI ഇതൊക്കെ വന്നു. അപ്പൊ ഇങ്ങനെ ഇപ്പൊ AI റെവല്യൂഷൻ ആണ്. ഇപ്പൊ AI റെവല്യൂഷൻ അങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഒരു തിങ്കിങ് ഉണ്ട്. അത് കാരണം എന്താണ്? ഇപ്പൊ നമ്മൾ ഒരു കുപ്പിയിൽ ഒരു ഗ്ലാസ്സിലെ വെള്ളം പാതി വെള്ളം വെച്ചെങ്കിൽ നമ്മള് പറയും കുപ്പിയിൽ പാതി വെള്ളമേ ഉള്ളൂ എന്ന്. പക്ഷെ പാതി ഓപ്പൺ ആയിട്ടുണ്ടെന്ന് ആരും നോക്കില്ല. സോ അങ്ങനെ പെർസെപ്ഷൻ ആണ് അത്. അപ്പൊ വെള്ളമില്ലാത്ത പകുതി ഉണ്ട്. അപ്പൊ അത് നമ്മൾ നോക്കിയെങ്കിൽ നമ്മൾക്ക് അറിയും. സോ ഇറ്റ് ക്യാൻ ബി ഫിൽഡ് വിത്ത് വാട്ടർ. അപ്പോ അങ്ങനെ പൂർത്തി ചെയ്യാം. വൺ മോർ കാര്യം, ഇനി ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മള് ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ല. ഇപ്പൊ സപ്പോസ് നമ്മൾ ഒരു നദിക്കര പോകുന്നുണ്ട്. നദിക്കര പോയിട്ട് ഒരു ഹ്യൂമനോയിഡും ഉണ്ട്, ഒരു ഹ്യൂമനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നദിക്കരയില് ഒരാള് കുതിച്ചപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഹ്യൂമൻ വിൽ ട്രൈ ടു സേവ് ദാറ്റ് പേഴ്സൺ ബിക്കോസ് ഹി ഹാസ് ഗോട്ട് ദാറ്റ് ഇമോഷണൽ. ദിസ് ഫെലോ വിൽ ഈ പുള്ളി ഡ്രൗൺ ആയി കളയും പക്ഷേ ഹ്യൂമനായിട്ട് അങ്ങനെ യോജിക്കില്ല. ഹ്യൂമനായിട്ട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരാള് പോയെങ്കിൽ നീ പോയി യു ഹാവ് ടു സേവ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതാണ് ഡിഫറൻസ് ഹ്യൂമനുക്കും ഹ്യൂമനായിടുക്കും. ഓക്കെ, അപ്പൊ കരിയർ ഗുരു, അപ്പൊ കരിയർ പ്രശ്നമാവുമോ എന്നുള്ളതാണ്. കരിയർ